ഹായ് മെഷവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറുതേനീച്ചയെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ചെറുതേനീച്ചയെക്കുറിച്ച് ഇന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളെ കെണിക്കൂടുകൾ നമ്മൾ വെച്ച് അതിനകത്ത് ഈച്ചയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ബോക്സിലേക്ക് മാറ്റുമല്ലോ. ബോക്സിലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ പഴയ കെണിക്കൂടായിട്ട് ഉപയോഗിച്ച ആ കൂടുകൾ ഒരിക്കലും നമ്മൾ കളയരുത്. അത് സൂക്ഷിച്ച് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഒത്തിരി തേനീച്ചയൊക്കെ കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കെട്ടിത്തൂക്കിയിട്ടിരുന്നാൽ മതി. ഞാൻ പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നാൽ നമുക്ക് പുതിയ കോളനി വന്ന് കയറുമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുന്നു കേട്ടോ. അതായത് നമ്മളെ മുളയുണ്ടല്ലോ, മുളയുടെ ബേസിലാണ് ഞാൻ കൂടുതലായിട്ട് എനിക്കതാണ് കേട്ടോ ഒത്തിരി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ സാധാരണ കെണിക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ കെണിക്കൂട് വെച്ചു, അതിനകത്തുനിന്ന് ഈച്ചയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കേട്ടോ. മാറ്റിയതിന് ശേഷം ആ കാലി ബോക്സാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ. ചില സമയങ്ങൾ നമ്മളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് 2 കോളനി വരെ ഒരുമിച്ച് വരും കേട്ടോ. ഇതുപോലെ 2 കോളനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 2-3 കണിക്കൂടൊക്കെ അടുത്തടുത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൽ ഏതെങ്കിലുമൊക്കെ സെറ്റാവും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു കോളനിയിൽ ഇവരിടിച്ച് കയറും കേട്ടോ. ആ കൂടിനെ അറ്റാക്ക് ചെയ്ത് ആ കൂട്ടിലുള്ള ഈച്ചകളൊക്കെ കൊന്നിട്ട് അവരതിൽ കയറും. അപ്പോൾ എന്തായാലും ഞാൻ തൊട്ടടുത്ത് വേറെയും കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അടുത്ത് വേറൊരു അഡീഷണലായിട്ട് 1-2 കണിക്കൂടെ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് ആ കോളനിയുടെ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എത്ര കോളനി കറക്റ്റായിട്ട് വന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. 2 സെക്ഷനായിട്ടാണ് മാറി നിന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒറ്റ ഇതായിട്ട് നേരെ ഈ കൂട്ടുകാരെല്ലാം ഏകദേശം കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻപും ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ നമ്മൾ കെണിക്കൂട് വെച്ച് കഴിഞ്ഞാൽ ആ കൂട് ഒരിക്കലും കളയിലെന്നുണ്ട്. നമ്മുടെ ബാക്കിലെടുത്ത് ആ കാണുന്ന ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. അത് ഞാനിതേപോലെ കൊണ്ട് നമ്മൾ ഇതേപോലെ ഇട്ടിരിക്കുന്നതാണ്. അത് ഇട്ടിരുന്നതിനുള്ള ഗുണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അതായത് എവിടെയെങ്കിലും കോളനി സെറ്റായി വരികയോ അല്ലെങ്കിൽ ഒരു പക്ഷേ പുതിയ കോളനി വരികയോ അല്ലെങ്കിൽ നമ്മളെവിടെ ഏതെങ്കിലും കൂട്ടിൽ നിന്നൊക്കെ സെറ്റടിച്ച് പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരങ്ങനെ പരിസരത്ത് ഇങ്ങനെ അടിച്ച് കറങ്ങുന്ന സമയത്ത് നമ്മളെ ഈ കൂട്ടിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്ത് അവർ കുറച്ച് മെഴുകും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കും, ഓൾറെഡി നേരത്തെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും സെറ്റായിട്ട് ഇവർ വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ കയറുന്നത് ഒരു പക്ഷേ ഇതുപോലത്തെ കുഞ്ഞു കോളനികളിലായിരിക്കാം കേട്ടോ. ചെറിയ ചെറിയ കോളനികളുണ്ടല്ലോ, അധികം ഈച്ചയില്ലാത്ത കോളനിയിലൊക്കെ വന്ന് പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്തങ്ങ് കയറും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്ട്രെങ്തുള്ളൊരു കോളനിയാണ്. അപ്പോൾ രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഈച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് ചിലപ്പോൾ അതിലുള്ള ഈച്ച തന്നെ ആയിരിക്കും തിരിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് കയറുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഒരു ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ഒത്തിരി ഈച്ച ഉണ്ടായിരുന്നു. ഒരുപാട് നല്ലൊരു സ്ട്രെങ്തുള്ള നല്ലൊരു കിടിലൻ കോളനിയാണ് വന്ന് കയറി വന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ കയറി അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കെണിക്കൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കെണിക്കൂട്ടിൽ നിന്ന് നമ്മൾ ആ ഈച്ചയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ പലരും ആ കൂട്ടിൽ തന്നെ വച്ചിരിക്കത്തില്ല അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിയതിന് ശേഷം അവരിതേപോലെ എടുത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൊണ്ട് ഒന്ന് തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അതിന് അതല്ല കാണിക്കുന്നത്, ഈ കൂടി ഞാൻ ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ കാണിച്ചു. ഇത് നമ്മളൊരു കെണിക്കൂടാണ്. ഇത് കെണിക്കൂടായിട്ട് തന്നെ നമ്മൾ വെച്ചു, ഈച്ച സെറ്റായി, പക്ഷെ മാറ്റിയില്ല. ഞാൻ ആദ്യം ഇങ്ങനെ മാറ്റാതെ തന്നെ അതിൽ വച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് ഞാൻ പറയാൻ വന്നത്. കണ്ടോ, ഇതിനകത്ത് ഈച്ചയില്ല. ഈ കൂട്ടിനകത്ത് ഇപ്പോൾ ഈച്ചയില്ല. അത് പക്ഷേ നമ്മൾ വെച്ച ആ കെണിക്കൂട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം കാണും, എന്താ ആ കെണിക്കൂട് എങ്ങനെ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയായിട്ട് ഞാനിങ്ങനെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ ലെവലിൻ്റെ ട്യൂബില്ലേ, ആ ഓസ് ഇങ്ങനെ ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ യഥാർത്ഥ കൂട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ കരിങ്കല്ല് ഭിത്തികളിൽ നിന്നൊക്കെ നമ്മൾ ഓസ് കണക്ട് ചെയ്ത് അത് നേരെ ഇതിലോട്ട് കൊണ്ടുവന്ന് ഏകദേശം ഒരു 6 മാസമൊക്കെ എടുക്കും. അതിനകത്ത് സൗകര്യം കൂടുതലാണെങ്കിൽ ഒരു പക്ഷേ 6-ൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഉൾഭാഗം തേനീച്ച ഇരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്ഥലത്ത് അതിൻ്റെ സൗകര്യങ്ങൾ കുറയുന്ന സമയത്തായിരിക്കാം അത് പുറത്തോട്ട് വരുന്നത്. നമ്മൾ വെച്ച് കൊടുക്കുന്ന കൂടിൻ്റെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഏകദേശം ഒരു 3-4 മാസം കഴിയുന്ന സമയത്തോട്ട് തന്നെ അതിനകത്ത് തേനും പൂമ്പൊടിയൊക്കെ അവർ വെച്ച് തുടങ്ങും. അതിനുശേഷം പതുക്കെ റാണി അതിനകത്ത് സൗകര്യം ഇരിക്കുന്ന കരിങ്കല്ല് കെട്ടിനകത്തൊക്കെ സൗകര്യം കുറയുമ്പോഴാണ് കൂടുതലായിട്ടത് പുറത്തോട്ട് വരുന്നത്. ഇല്ലെങ്കിൽ 2 കോളനി, അതായത് വേറെ റാണിയൊക്കെ സെറ്റാവുന്ന സമയത്തും ഇങ്ങനെ മാറി ഇതിലോട്ട് സെറ്റാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, വേറെ കൂടുതൽ കാര്യങ്ങളും ഞാനിങ്ങനെ ഒരു കെണിക്കൂട് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഞാനൊരു വീട്ടിൻ്റെ ഒരു ബേസ്മെൻറ്റിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇന്നത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റും പറഞ്ഞു, ഇത് ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കെണിക്കൂട് വെക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. പിന്നെ ഇതിന് ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പുതിയ കൂട്ടുകാർക്കൊന്ന് കാണിച്ച് അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെറ്റാക്കിയ കുറച്ച് കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കെണിക്കൂട് വെച്ച് ഒരുപാട് കൂടുകളൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ റാണി സെല്ല് വെച്ച് നമ്മൾ കോളനിയൊക്കെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചെറുതേനീച്ച കർഷകർ, അതായത്
ചെറുതരിച്ച കൃഷിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിലൊക്കെ ഞാൻ ഇന്നലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് കാര്യം നമ്മളെ പുതിയ കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല. അവർ പെട്ടെന്ന് കുറച്ച് കോളനി പെട്ടെന്ന് സെറ്റാക്കണം, ആ ഒരു സ്പീഡിൽ അവർ കയ്യിൽ നിന്ന് പൈസയൊക്കെ മുടക്കി അത്യാവശ്യം നല്ലതുപോലെ ചിലപ്പോൾ കോളനിയൊക്കെ അവർ സെറ്റാക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര നല്ല രീതിയിലുള്ള ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെറുതെ അത്രയും കാശ് കളയേണ്ടെന്ന് ഞാൻ ആദ്യമേ പറയുള്ളൂ. ഞാൻ എല്ലാ ഒരുപാട് വീഡിയോസിൽ ഞാൻ അവരുടെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ ഒത്തിരി കാശൊന്നും കളയരുത്, നിങ്ങൾ ആദ്യം ചെറിയ രീതിയിലൊന്ന് ചെയ്ത് സെറ്റാക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർക്ക് അപ്പോൾ പലരും പറയും ചേട്ടാ നമുക്ക് പുതിയ കോളനി മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളാവുന്നുണ്ട്, അല്ല നമുക്ക് എങ്ങനെ സെറ്റാക്കാം, അങ്ങനെയുള്ള കൂട്ടർക്കാണ് ഞാനിങ്ങനെ കെണിക്കൂടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കെണിക്കൂടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കെണിക്കൂട് അതായത് നമ്മുടെ സാധാ വീടുകളുടെ ബേസ്മെൻറ്റിൽ അല്ലെങ്കിൽ കരിങ്കല്ലിട്ടിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കൂടുകളൊന്ന് കാണിച്ചു തരാം. അതിൽ നമ്മൾ വാട്ടർ ലെവലിൻ്റെ നമ്മൾ ഓസ് ഉണ്ടല്ലോ അതിങ്ങനെ കണക്ട് ചെയ്തു അതിൽ നിന്ന് നേരെ നമ്മൾ ഈ കൂട്ടോട്ട് കൊണ്ടുവരും. ഞാനൊരു കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഈച്ച വന്ന് കയറുന്ന കൂടാണ് കേട്ടോ. അപ്പോൾ അതും ഞാനതുപോലെ കെണിക്കൂടായിട്ട് സെറ്റ് ചെയ്തതിൻ്റെ ആ ബാലൻസ് ആ ഓസും കാര്യത്തിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇനി ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബേസ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മുളയുടെ ഒരു ചെറിയ ഒരു പീസാണ് കേട്ടോ. ആ മുള സെറ്റാക്കി അതിൽ നമ്മളൊരു ചിരട്ട വെറും ഒരു ചിരട്ട വെച്ചിട്ടാണ് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചിരട്ടയിൽ ഒരു കുഞ്ഞ ഒരു നമ്മളെ അതിൻ്റെ 3 കണ്ണ് വരുന്ന ഭാഗത്തോട്ട് നമ്മൾ ഹോളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിലൊന്നും സെറ്റ് ചെയ്യേണ്ട കേട്ടോ, വലിയ ബോക്സോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട, അത്യാവശ്യം റേറ്റുള്ള ബോക്സ് ഒന്നും സെറ്റ് ചെയ്യേണ്ട. ഇതുപോലെ സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യുന്നത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. ഫസ്റ്റ് പ്രാവശ്യം ഇതേപോലെ സെറ്റ് ചെയ്തു, അതിൽ റാണി മുട്ടയും ഇട്ട് തുടങ്ങിയില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഈച്ചയും തേനും കൂടി ഉള്ളതുകൊണ്ട് ഞാനൊരു റാണി സെല്ല് വെച്ചു, ഞാനത് വിരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ തുറക്കുന്ന സമയത്ത് അത്യാവശ്യം തേനും പൂമ്പൊടിയൊക്കെ ആയിട്ടുണ്ട്, മുട്ടയുടെ ആയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ചങ്ങന്മാരെ തീർച്ചയായിട്ടും കെണിക്കൂടൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.